ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഡയറിയുടെ ഒരു ലാസ്റ്റ് പേജാണ് കേട്ടോ. ലാസ്റ്റ് പേജിലെത്തി. I just happened to see a video on Instagram in that a lady was talking about Hanuman Swami and I just felt connected to that. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. So I just thought I would write on this last page of my diary like a lesson, like a life lesson. I would like to share it here. അത് ഹിന്ദിയിലാണ് പറയുന്നത് ആൻഡ് ഞാനത് എന്താ പറയുക, ട്രാൻസ്ലേഷൻ ചെക്ക് ചെയ്തു. എന്നുവെച്ചാൽ ഞാൻ ഇതിനകത്ത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും ആയിട്ട് ഞാൻ എഴുതി വെച്ചു. സോ അതൊന്ന് കേട്ട് നോക്കാം. ഹനുമാൻജി വായുപുത്രനാണെന്നല്ലേ പറയാം. അതായത് എവിടെയൊക്കെയാണോ കാറ്റ് കാണപ്പെടുന്നത് അവിടെയൊക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നാണ് പറയുക. അവിടെയൊക്കെ എൻ്റെ ഹനുമാൻ സ്വാമി അവിടെ ഉണ്ടാവും. അതാണ് എൻ്റെ ഒരു വിശ്വാസം. അത് എൻ്റെ ഒരു ബിലീഫ് സിസ്റ്റമാണ്. അതായത് എൻ്റെ ഒരു വിശ്വാസമാണ്. ദൈവത്തിനെ കാണാൻ വേണ്ടി പറ്റില്ല. അതായത് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റില്ല. അത് പക്ഷേ ഒരു ഡിവൈൻ എനർജിയാണ്, ഒരു ഓറയാണ്, ഭയങ്കര പവർഫുള്ളാണ്, ഭയങ്കര യുണീക്കാണ്. അതായത് നമ്മൾ അത്ര ഭയങ്കര സംഭവം ഒന്നല്ലല്ലോ, നമ്മൾ ഭയങ്കര ചെറുതല്ലേ. അതായത് ഹനുമാൻജീനെ കാണാനും മാത്രം, ഹനുമാൻ സ്വാമിയെ കാണാനും മാത്രം അത്ര ഭയങ്കര വലുതാണോ നമ്മൾ വളരെ ചെറുതല്ലേ. ബട്ട് യെസ്, പക്ഷേ ഞാൻ പറയാം, അതായത് ഫുൾ ഗ്യാരണ്ടിയാണ്. അതായത് നമ്മൾ ദൈവത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ അത് എന്താ പറയുക, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ അനുഭവത്തിലൂടെ നമുക്കത് ഫീൽ ചെയ്യും. ഓക്കെ, നമുക്കത് ദൈവം നമ്മളെ ചുറ്റിലും ഉണ്ട്. അതായത് നമ്മൾക്ക് ഒരു ഭയങ്കര ധൈര്യമായിരിക്കും. അതായത് ഒന്നിനും പേടിയുണ്ടാവില്ല. അങ്ങനത്തെ ഒരു തരം ഫീലായിരിക്കും നമുക്ക് അന്നേരം കിട്ടുക. അതായത് ദൈവം നമ്മളെ ഒരുപാട് നല്ല രീതിയിൽ നമ്മളേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാനായിക്കോട്ടെ, അതിനൊക്കെ ഭയങ്കരമായിട്ട് ട്രാൻസ്ഫോം ചെയ്യാനായിക്കോട്ടെ എല്ലാം സഹായിക്കുന്നതായിരിക്കും. അതായത് നമ്മൾ ആകെ ചെയ്യേണ്ട ഇതേ ഉള്ളൂ, ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ മുൻപോട്ടേക്ക് എടുത്ത് വെക്കുക. അത് ഒരു മടിയും ഇല്ലാതെ ജസ്റ്റ് മുമ്പോട്ടേക്ക് എടുത്ത് വെക്കുക. സെക്കൻഡ്, നമ്മൾ എടുത്ത് വെച്ച ശേഷം തന്നെ ദൈവം നമ്മളെ കൂടെ തന്നെ നടക്കുന്നുണ്ടാവും. നമ്മൾ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നെ നമ്മളെ കൂടെ തന്നെ ദൈവം നമ്മളെ ഒന്നിച്ച് തന്നെ നിന്ന് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന കാണാം. അതായത് നമുക്ക് താനേ വഴികൾ തെളിയുന്ന പോലെ. അതായത് നമ്മളൊരു ശരിക്കും ദൈവത്തിന്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, ദൈവത്തിൽ കൂടുതൽ വിശ്വാസം ഉള്ള ആളാണെങ്കിൽ, നമ്മൾ ദൈവത്തിനെ പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു ഭയങ്കര ധൈര്യമായിരിക്കും, നമുക്ക് എന്ത് വന്നു കഴിഞ്ഞാലും നേരിടാൻ പറ്റും എന്നുള്ള ടൈപ്പ്. അതായത് ഒന്നും ഒരു പ്രശ്നമാവില്ല, എനിക്ക് എൻ്റെ ദൈവം കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ എപ്പോഴും വരും. അതായത് നമ്മൾ ജീവിതത്തിൽ സാധാരണ ലൈഫിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. നമ്മൾ അതൊക്കെ ചെയ്യാനുണ്ടാവും. അപ്പം നമ്മൾ ചിലപ്പം നമ്മളത് ഗിവപ്പ് ചെയ്യും, അല്ലെങ്കിൽ വിട്ടുകൊടുക്കും, അല്ലെങ്കിൽ കൈ താഴ്ത്തി നമ്മളൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയുണ്ടാവും. നമ്മളെ ധൈര്യമൊക്കെ ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. അപ്പം അന്നേരമെല്ലാം നമ്മൾ ദൈവത്തിൽ നിന്ന് ഞാൻ പഠിച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു ലെസണാണ്, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ജസ്റ്റ് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മുമ്പോട്ടേക്ക് എടുത്ത് വെക്കുകയേ വേണ്ടു. ആ ഒരു ആക്ഷൻ നല്ല ബോൾഡായിട്ട് നമ്മൾ അത് ചെയ്യുക. പിന്നെ നമുക്ക് മനസ്സിലാവും ഹനുമാൻ സ്വാമി തന്നെ നമ്മുടെ കൂടെ നിന്ന് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനും അതൊക്കെ എന്താ പറയണ്ടേ, അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് അതൊക്കെ നേടിയെടുക്കാനായിക്കോട്ടെ, എല്ലാം അവസാനിക്കുന്നത് വളരെ ശുഭമായിട്ട്, എല്ലാം വളരെ ക്ലിയറായി നടക്കുന്നത് കാണാം. അതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. സ്റ്റെപ്പ് ഫോർവേഡ് and take action boldly, and then by Hanumanji's grace we end up accomplishing great things. This is the lesson which I have learned from Hanumanji, the lesson which I would like to share with you all. Stay happy, stay good, spread positivity and happiness everywhere. Thank you. Om Shri Ram, Jai Ram, Jai Jai Ram.